ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ക്രാഫ്റ്റ് വീഡിയോയുള്ള വീഡിയോയിൽ ഞാൻ കുറച്ച് ക്രാഫ്റ്റുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും എല്ലാ സാധനവും കൂടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അത് എല്ലാം കൂടെ ഒന്നിച്ച് അതിൽ നിന്ന് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും ഞാൻ കൊണ്ടുവച്ചിട്ട് വീടേ വൃത്തിയിടായിട്ട് ഇരിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതെന്തായാലും നമ്മൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഡെക്കറേഷനുമായി കൊണ്ടുവച്ച സാധനങ്ങൾ ഒഴിഞ്ഞു വരുമ്പോൾ അവിടെയുള്ള വേസ്റ്റും എല്ലാം പോയി റൂമും കാലിയാവും. അപ്പോൾ ഞാൻ വീടിൻ്റെ പല സ്ഥലത്ത് ഇങ്ങനെ കുറച്ചായിട്ട് കൊണ്ടുവച്ചതാണ്. അപ്പോൾ എല്ലാം കളക്ട് ചെയ്ത് ഒരു കവറിലാക്കി ഒരു റൂമിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് എനിക്ക് അപ്പോൾ എങ്ങനെയൊക്കെ തോന്നുന്ന ഐഡിയ അനുസരിച്ച് ഓരോന്നായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാത്തതൊക്കെ ഞാൻ കളയുകയാണ്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാനതെടുത്ത് കളയുന്ന രീതിയാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു ഷൂ റാക്കിൽ നിന്ന് കിട്ടിയ പൈപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഈ റൂമിലേക്കാണ് ഞാൻ ക്രാഫ്റ്റിന് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും മാറ്റി വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ കച്ചറയായിട്ടുണ്ട്. ഇവിടെ കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്, കുറച്ച് സാധനങ്ങൾ അലമാരിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബെഡിലിരുന്നിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം പ്ലാസ്റ്റിക് കുറേ മുന്നേയൊക്കെ ഞാൻ പെയിൻറ്റ് ഒരുപാട് വേസ്റ്റ് ചെയ്തത് അതിനെക്കുറിച്ച് അറിയാത്ത ഒരു സമയം. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഈ റൂമിലേക്ക് ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചായിട്ട് ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ റൂമെല്ലാം ഒരുവിധം വൃത്തിയായിട്ടുണ്ട്. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഐഡിയകൾ ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ ഓരോന്ന് ചെയ്യുന്നു. ബാക്കി വേണ്ടാത്തതെല്ലാം എടുത്ത് ഞാൻ കളയും. ഈ ഡബ്ബകളെല്ലാം ഞാൻ പ്രൈമർ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. അതിന് ശേഷമാണ് പെയിൻ്റ് അടിക്കുന്നത്. നമ്മൾ പ്രൈമർ അടിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. കാരണം പ്രൈമർ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പെയിൻ്റ് അടിക്കുമ്പോൾ നമുക്ക് പെയിൻറ്റ് ഒരുപാട് വേസ്റ്റ് ആവില്ല. പിന്നെ പ്ലാസ്റ്റിക്കിൽ പെയിൻറ്റ് പിടിക്കണമെങ്കിൽ പ്രൈമർ അടിച്ച് അതൊന്ന് കട്ടിയായതിന് ശേഷം നിങ്ങൾ പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ ആ പെയിൻറ്റ് നന്നായിട്ട് പിടിച്ചിരിക്കും. അല്ല നിങ്ങൾ പ്ലാസ്റ്റിക്കിലിടാൻ ഒന്നിങ്ങനെ ചുരണ്ടി എടുക്കുമ്പോൾ എല്ലാം കൂടെ ഇളകി ഇങ്ങ് പോരും. പിന്നെ അല്ലാതെ ഒരു പെയിൻറ്റ് അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതും കൂടെ അത് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് അടിച്ചാലും നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കംഫർട്ടിൻ്റെയും സർഫിൻ്റെയൊക്കെ ബോട്ടിലുണ്ടല്ലോ, അത് കംഫർട്ടിൻ്റെ ബോട്ടിലാണ്. കംഫർട്ടിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ഞാൻ പുറത്ത് ഒരു ചെടിയെല്ലാം വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പിന്നീടുള്ള വീഡിയോയിൽ ഞാൻ കാണിക്കാം. അങ്ങനെ എല്ലാം ഞാൻ പ്രൈമർ വെച്ച് അടിച്ച് അത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഒരു ദിവസത്തെ ജോലിയാണ് ഫുള്ള്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു പരിപാടിയിലാണ് ഞാൻ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഡബ്ബകളും ഞാൻ ഈ ഒരു കളർ ഞാൻ ശരിക്കും പറഞ്ഞാൽ മെറൂണ് വേണ്ടിയിട്ട് വരുത്തിച്ചപ്പോഴത്തേക്ക് എന്നോട് ആമസോണിൽ ഓർഡർ ചെയ്ത സമയത്ത് കളറ് മാറിപ്പോയി. അങ്ങനെ ബ്രൗൺ കളറാണ് വന്നത്. ശരി, ഏതെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ആ കളർ ഇപ്പോൾ എടുത്ത് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കളർ യൂസ്, പക്ഷേ ഈ കളർ എനിക്ക് അത്ര ഇഷ്ടമല്ല. മെറൂണൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. മെറൂണാണ് മാക്സിമം, റെഡോ മെറൂണോ ഒക്കെ ആകുമ്പോഴാണ് കുറച്ചുകൂടെ ഈ പ്ലാസ്റ്റിക് ഡബ്ബകളിലൊക്കെ കുറച്ചുകൂടെ ഭംഗി. പിന്നെ ബ്ലാക്ക് അടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഡിസൈൻ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് നിൽക്കും. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ പെയിൻ്റ് അടിക്കുന്ന പരിപാടിയിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ക്യാമറ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കുന്നതിന് പകരം ബാക്കിലാണ് ഞാൻ വെച്ചത്. കാരണം എൻ്റെ മുഖമൊക്കെ വല്ലാതെ ഉണ്ട്, എനിക്ക് തീരെ വയ്യാത്തൊരു സമയമായതുകൊണ്ട് മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങളെല്ലാം പേടിച്ചു പോകും. അതുമാതിരി ഒരു വല്ലാതെ ഉണ്ട് ഞാൻ. അങ്ങനെയാണ് ഞാൻ ബാക്കിലാണ് ക്യാമറ കൊണ്ടുവച്ചത്. അപ്പോൾ പെയിൻ്റ് അടിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാനും സാധിക്കും. അങ്ങനെ ഇത് ഫുള്ള് ഒരുവിധം എല്ലാം കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയതിൽ തന്നെ ഒരു പെയിൻ്റ് അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതിങ്ങനെ എത്ര നേരം വേണമെങ്കിലും ഞാൻ ഇരുന്ന് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൊണ്ടുപോയിട്ട് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഉണക്കാൻ വെച്ചു. കാരണം ഫാന് നല്ല കുറച്ച് സ്പീഡിൽ ഇവിടെയാണ് ഓടുന്നത്. അതിന് ശേഷം ഉള്ള ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂ റാക്കിൽ നിന്ന് കിട്ടിയ പൈപ്പുകളാണ്. ആ പൈപ്പ് ഞാൻ കൊണ്ടുവച്ചു. പിന്നീട് അതിനെ മുകളിലേക്ക് കൊടുക്കുന്നത് നമ്മളെ പഴയ കാസറോളിൻ്റെ അടപ്പാണ്. ഈ അടപ്പുകളൊന്നും ഞാൻ കളയാറില്ല കേട്ടോ, അതെല്ലാം എടുത്ത് വയ്ക്കും. ഇതുപോലെ ഹാങ്ങിങ് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലേക്ക് വെക്കാൻ വേണ്ടി ഒരു തട്ട് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് തട്ടുകളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചൂടാക്കിയിട്ട്
ഹോള് വയ്ക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഈ പൈപ്പ് ഓൾറെഡി ഞാൻ നൂല് കെട്ടാൻ വേണ്ടിയിട്ട് സൈഡിൽ 2 ഹോള് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇരുമ്പിൻ്റെ കമ്പി ഗ്യാസിൽ വെച്ച് ചൂടാക്കി ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിന് ഇപ്പം ഹോള് വെക്കുന്ന സാധനമൊക്കെ വന്നിട്ടുണ്ട്, കറണ്ടിൽ കുത്തുന്ന, അത് വാങ്ങണം. ഇതുവരെ അത് സാധിച്ചിട്ടില്ല. അപ്പം ഇതും അതേപോലെ പ്രൈമർ അടിക്കണം വിചാരിച്ചു, പക്ഷേ പ്രൈമർ അടിക്കാൻ വിട്ടുപോയി. ശരിക്കും പറഞ്ഞാൽ മെറ്റാലിൻ പെയിൻ്റ് ആണ് ഇതിനടിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ അത്ര ലാസ്റ്റിംഗ് അല്ല, ചുരണ്ടി കഴിഞ്ഞാൽ ഇങ്ങ് പോരുന്ന ലെവലാണ്. പക്ഷെ അടിച്ചു പോയതുകൊണ്ട് ശരി ഇപ്പം എങ്ങനെ ചെയ്യാൻ, കുറച്ച് ഡാമേജൊക്കെ ആകുമ്പോൾ പിന്നീട് വീണ്ടും പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ അങ്ങനെ വിട്ടു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മെറ്റാലിക് പെയിൻറ്റ് ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് മാക്സിമം മെറ്റാലിക് പെയിൻ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ നിൽക്കും. പിന്നെ ഏതെങ്കിലും ഒരു പ്രൈമർ യൂസ് ചെയ്യുക. ഇപ്പോൾ വുഡൻ ആയിക്കോട്ടെ അയറൺ ആയിക്കോട്ടെ സെപ്പറേറ്റ് പ്രൈമർ കിട്ടും. ഞാനിപ്പോൾ വാളിന് ഉപയോഗിക്കുന്ന പ്രൈമറാണ് യൂസ് ചെയ്തത്. പക്ഷേ നല്ല എഫക്റ്റുണ്ട്. പക്ഷെ അത് ഉണങ്ങാനുള്ള ഒരു പേഷ്യൻസ് ഉണ്ടായിരിക്കണം. അത് ഉണങ്ങിയതിന് ശേഷം, പ്രൈമർ ഫുൾ ഉണങ്ങിയതിന് ശേഷം ഒരു ദിവസം മുഴുവനും കംപ്ലീറ്റ് വിട്ടതിന് ശേഷം മാത്രമേ അടുത്ത ദിവസം പെയിൻറ്റ് ചെയ്യാവൂ. അല്ലാതെ പ്രൈമർ അടിച്ച് അതിൻ്റെ മുകളിൽ തന്നെ പെയിൻറ്റ് ചെയ്യരുത്. അതെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രൈമർ അടിച്ച് കുറേ കഴിഞ്ഞ് അത് നന്നായിട്ട് ഉണങ്ങിയ, വെയിലൊക്കെ ഉണ്ടെങ്കിൽ വെയിലത്തിട്ട് നല്ലോണം ഉണക്കിയതിന് ശേഷം ചെയ്യുക. ഇതിൻ്റെ പൈപ്പിൻ്റെ ഒരു സൈഡ് ഞാനിങ്ങനെ കിടത്തിയിട്ട് അതേപോലെ ഞാൻ പെയിൻ്റ് അടിക്കുന്നുണ്ട്. ഇത് ഉണങ്ങിയതിന് ശേഷം അടുത്ത സൈഡ് അതേപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ പെയിൻറ്റിങ് ശരിക്കും ചിലയിടത്തൊന്നും പിടിക്കുന്നില്ല. കാരണം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് ഇതിലേക്ക് അടിക്കുമ്പോൾ പെയിൻറ്റ് നോർമലി ആക്രിലിക് പെയിൻറ്റ് നിൽക്കത്തില്ല, ചിലതൊന്നും നിൽക്കത്തില്ല. പണ്ടൊക്കെ വരുന്നതാണൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പോഴുള്ള പെയിൻറ്റുകളെല്ലാം മാറി അതിൻ്റെ ആ ഒരു ഇത് വ്യത്യാസമൊക്കെ ശരിക്കറിയാൻ പറ്റുന്നുണ്ട്. പണ്ട് ഫാബ്രിക് എന്നും പറഞ്ഞുകൊണ്ടൊരു സംഭവം വരുമായിരുന്നു, അത് ഏറ്റവും ബെസ്റ്റായിരുന്നു. ഇപ്പോൾ വരുന്ന ഡപ്പകളിൽ വരുന്ന കളറുകളൊന്നും കൊള്ളത്തില്ല. കളറുകൾ നല്ല ഡിഫറൻറ്റ് കളറുണ്ട്, പക്ഷേ ഈ ഒരു പ്രശ്നം വരാറുണ്ട്. നമുക്ക് പ്ലാസ്റ്റിക്കിൽ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിപ്പോൾ ചെയ്യുന്നതാണ് പ്രൈമർ അടിക്കുക. പ്രൈമർ അടിച്ച് കുറച്ച് ജോലിയുണ്ട്, എന്നാലും പ്രൈമർ അടിച്ച് വെച്ചേക്കുക. പ്രൈമർ 1 കോട്ട് 2 കോട്ടൊക്കെ അടിക്കുകയാണെങ്കിൽ പെയിൻറ്റും കുറവ് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ അതിൻ്റെ അകത്ത് സൈഡിലെല്ലാം ഞാൻ പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാർഡ്ബോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ അകത്ത് എല്ലാം. ഞാൻ നിലത്തിരുന്നാൽ ചെയ്യുന്നത്, ഇന്ന് നല്ല നടുവേദന. അപ്പം വിചാരിച്ച് ശരി ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇരുന്ന് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും സ്ട്രെയിൻ വരത്തില്ല. നിലത്തൊക്കെ ഇരിക്കുമ്പോൾ ഒന്നുകൂടെ പ്രശ്നമാണ്, ഷോൾഡർ വേദന എടുക്കും കുറേ നേരം കുനിഞ്ഞിരുന്നൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലെ ആ ഫുൾ റോള് ഞാൻ ചെയ്തെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഴകിയിരിക്കുന്ന ഒരു സാധനത്തിന് നമ്മൾ പെയിൻ്റ് അടിച്ച് വരുമ്പോൾ അത് ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ, അതും ഡ്രോയിങ്ങൊക്കെ അറിയുന്നവരാണെങ്കിൽ, നല്ല അടിപൊളി ഡിസൈനൊക്കെ വരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട്, എനിക്ക് പേപ്പറിലൊക്കെ നോക്കി വരയ്ക്കാൻ പറ്റും. ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലൊന്നും വരച്ചത്ര ശീലമില്ല. ചിലപ്പം വരച്ചങ്ങ് ശീലമാവുമായിരിക്കും, ചെയ്ത് നോക്കിയിട്ടില്ല. ചെറിയ കണ്ണുകളും മൂക്കുകളും അങ്ങനെയൊക്കെ വരയ്ക്കാനുള്ള ഇതുണ്ട്. ഗാർഡൻ ചെയ്യുമ്പോൾ ഞാൻ കണ്ണും മൂക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കും. പക്ഷേ ഇതിലൊക്കെ വരയ്ക്കാൻ ഞാൻ അത്ര ശീലമാക്കിയിട്ടില്ല. മോള് നന്നായിട്ട് വരയ്ക്കും, അവൾക്ക് ഏതൊരു ഇത് കൊടുത്താലും അവൾ നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൂളൻ എടുത്തത്, അതിലും കുറച്ചും കൂടെ ഡാർക്ക് കളറാണ്. പിന്നെ ഉള്ളത് ഇതിൽ കുറച്ച് ഇങ്ങനെ ഇരുന്നാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഗ്ലാസ് പീസുകൾ കിട്ടും നമുക്ക് ഇതുപോലെ മേടിക്കാൻ വേണ്ടിയിട്ട്, ബീഡ്സ് മാതിരി. അപ്പോൾ അത് ചെറിയത് നോക്കി നല്ല ഡിസൈൻ നോക്കി എടുത്തിട്ട് അത് ഒട്ടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും കൂടെ ചെയ്താലേ നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ അത് ഭംഗിയായിട്ടുള്ളൂ. ആദ്യത്തെ പ്രാവശ്യം വേറൊരു കളറ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് വേറൊരു ഇതിലാണ്, ഒരു മോഡലിലാണ് ചെയ്തത്. ഇപ്രാവശ്യം എനിക്ക് വേറൊരു തരത്തിൽ ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. എന്തായാലും ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ എന്താ ചെയ്ത് വെക്കാൻ പോകണമെന്നുള്ളത്. അപ്പോൾ ആ ചെറിയ ഗ്ലാസ് പീസുകളെല്ലാം ഞാൻ ഒന്നിലേക്ക് എളുപ്പത്തിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ ഒന്നിലേക്ക് തട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത്രയും വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗം എടുത്തിട്ടുണ്ട്. ഈ ഗമ്മെന്ന് പറയുന്നത് നമ്മൾ ടയറൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗമ്മാണ്. നല്ല സ്ട്രോങ് ആണ്, പെട്ടെന്ന് ഒട്ടും. പക്ഷേ ഇതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. കാരണം ഇതിന് ഈ ഒരു ഗമ്മിനെന്ന് വെച്ചാൽ ഒരു മാതിരി നൂല് മാതിരി വന്നിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അപ്പോൾ വിചാരിച്ചു ഇതിന് ശരി, കാരണം കുറച്ച് കുറച്ച് ഡോട്ടായിട്ട് ചെയ്യേണ്ടതുകൊണ്ട് ഈ പശ നല്ലോണം ഒട്ടും, പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന ഗമ്മുണ്ട്, അതാണ് ഇതിന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ 2 പ്രാവശ്യം ചെയ്തുള്ളൂ അത് കഴിഞ്ഞ്, പക്ഷേ അത് പെട്ടെന്ന് ഒട്ടുകയും ചെയ്തു കേട്ടോ. ഈ ഗമ്മിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ അപ്പം തന്നെ ഒട്ടി അന്നേരം തന്നെ ഉണങ്ങി കിട്ടും. ഇതിപ്പം വലിയ വലിയ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യുന്നതിന് ഇങ്ങനത്തെ ഗമ്മാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഒന്ന് 700 സംതിങ് അങ്ങനെ ഒരു പേരുള്ളൊരു ഗമ്മ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഗമ്മ് ഞാൻ ഒരുപാട് മേടിച്ച് വെച്ചിട്ടുണ്ട് ക്രാഫ്റ്റിന് വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു യൂസുള്ളൊരു സാധനമാണ്, അധികം വിലയൊന്നുമില്ല. ഞാൻ ആമസോണിന് ഒരുപാട് ഇത് വാങ്ങി വെച്ച് സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട്, കാരണം ആവശ്യം എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഞാനിത് സ്റ്റിക്കുകളിൽ ഓരോന്നായിട്ട് ഒട്ടിക്കാൻ തുടങ്ങി. അത് 3 ഇവിടെ ഇതിൽ 4 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ 4 ഇതിൽ ഗ്യാപ്പിൽ എൻ്റെ ചെറുതിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടും ബാക്കി വലുതിലും 4 വെച്ചിട്ടാണ്, ചെറിയ 2 പീസിൽ 3 വെച്ചിട്ടും വലിയ പൈപ്പിൽ 4 വെച്ചിട്ടുമാണ് ചെയ്തെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗ്ലാസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ നോർമലി കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്, പക്ഷെ എന്നാലും കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് ആ ഒരു പീസൊക്കെ ഒട്ടിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഈ ഗ്ലാസ് പീസുകൾ കൊണ്ട് ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുവരെ അത് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ ഈ മെഹന്തി കോണുമാരി ഇങ്ങനെ ഗമ്മ് വരും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വാങ്ങാൻ കിട്ടും. നമ്മൾ ആ ഗ്ലാസ് പീസുകൾ മേടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണും. ഇതുപോലെ എന്ന് വെച്ചാൽ ചെറുതായി, പക്ഷേ അത് ഒട്ടിയെടുക്കാൻ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് പേഷ്യൻസ് വേണ്ടി വരും, പെട്ടെന്നൊന്നും ഒട്ടത്തില്ല. പിന്നെ കുറച്ച് മിനുസമുള്ള ഇതൊക്കെ ആണെങ്കിൽ അതിങ്ങനെ ഊരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാനൊക്കെ തുടങ്ങും. അപ്പോൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ശരിക്കും കുറച്ച് നേരം അങ്ങനെ പിടിച്ച് അത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യുക. അത് തിരിച്ചിടുമ്പോഴത്തേക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നുണ്ട്, പക്ഷേ ഞാൻ ശ്രദ്ധിച്ച് അവിടെ ചെയ്യുന്നത്. അങ്ങനെ വലുതിലും ഇതുപോലെ 4 വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. 4 വെച്ച് ഓരോ കുറച്ച് ഗ്യാപ്പ് നമുക്ക് ഏകദേശം ഒരളവിൽ ഒരേ ഗ്യാപ്പിൽ വിടുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും കുഴപ്പമില്ല, കാരണം ഇതൊന്നും ഇങ്ങനെ കറങ്ങുമ്പോൾ നല്ല ഭംഗിയായിരിക്കണം, നല്ലോണം തിളങ്ങണം. ശരിക്കും പറഞ്ഞാൽ സീക്വൻസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കഴിയും, ഇത് ഗ്ലാസ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ എന്താ പറയുക, ഷൂറാക്കൊക്കെ ചീത്തയാക്കാൻ അങ്ങനെ എടുത്ത് കളയുന്ന ഒരു സാധനമാണ്. അപ്പം അത് വെച്ചിട്ട് എന്തെങ്കിലും മൈക്രീം ക്രാഫ്റ്റൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്ത് വെച്ചത്, ഇങ്ങനെയൊന്നും ചെയ്യാനല്ല. പക്ഷേ പെട്ടെന്ന് ഈ ഒരു ഐഡിയ വന്നു, ശരി ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നി. അപ്പോൾ എനിക്ക് ഇത് ഇപ്പം തന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. എന്തായാലും ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ള വിശ്വാസം. പക്ഷേ അത് ഞാൻ വേറൊരു രീതിയിലാണ് ചെയ്തത്. ഇത് അതേപോലെ ചെയ്യേണ്ട, കുറച്ച് മാറ്റം നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഇതിൽ വേറൊരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള അതിൻ്റെ തണ്ടുകൾ എത്ര എണ്ണം ഉണ്ട് അതിനനുസരിച്ച് അളവൊക്കെ എടുത്ത് കാസറോളിൻ്റെ അടപ്പിൽ ഞാൻ മുന്നേ ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇരുമ്പ് നല്ലോണം ചൂടാക്കി അടുക്കളയിൽ ഗ്യാസിൽ നന്നായിട്ട് പിടിച്ച് ചൂടാക്കി കുറച്ച് സമയം എടുക്കും. അങ്ങനെ എല്ലാ ഇതുപോലെ അടപ്പുകളും അതേപോലെ ദ്വാരാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഡെക്കറേഷൻ ഐറ്റംസ് വരുമ്പോൾ എനിക്ക് ഈ ഹാങ്ങിങ് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടേ ഞാൻ അങ്ങനത്തെ ഹാങ്ങിങ് ഒരുപാട് ചെയ്യുന്ന ഒരാളാണ്. പണ്ടൊരു സീക്വൻസ് പോലത്തുള്ള സാധനങ്ങളൊക്കെ കിട്ടുമായിരുന്നു ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ട് ഡൽഹിയിലൊക്കെ ഉള്ള സമയത്ത് അവിടെ നോർത്ത് ഇന്ത്യൻസ് ചെയ്യുമായിരുന്നു. നല്ല അവരെ ഈ വാതിലുകളൊക്കെ നല്ലോണം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്, നല്ല രസമാണ് കാണാൻ. അപ്പോൾ അതുപോലെയുള്ള ഐറ്റംസാണിത്. അപ്പോൾ ഇത് ഇപ്പം ഗ്ലാസ് വർക്ക്, ഓരോ ക്രാഫ്റ്റ് ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമുക്കറിയില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയത്തില്ല. നമ്മൾ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക, ചിലപ്പോൾ മിസ്റ്റേക്ക് ആയിരിക്കും. അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് വരും. അപ്പോൾ ക്രാഫ്റ്റ് ആയാലും അയ്യോ എനിക്കൊന്നും അറിയത്തില്ല അങ്ങനെയല്ല. പിന്നെ മടിയുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. മടിയുള്ളവർക്ക് ഈ പണി പറഞ്ഞിട്ടുള്ളതല്ല, ഇതൊക്കെ ഒരുപാട് താല്പര്യവും ഇൻട്രസ്റ്റും ഉള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. കാരണം ഇത് മനസ്സിനൊരു സന്തോഷമാണ് ഇത് ചെയ്യുമ്പോൾ. നമുക്ക് വെറുതെ നമ്മൾ ഫോണിലൂടെ സംസാരിച്ചും ചാറ്റ് ചെയ്തും കളയുന്ന ടൈമിങ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റിയാൽ ശരിക്കും പറയാനല്ലോ നല്ല അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല,
എനിക്ക് എൻ്റെ ഒരു വശം ഇത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. പിന്നെ എൻ്റെ മമ്മി നന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്യും. മമ്മിയുടെ അടുത്ത് നിന്നായിരിക്കും എനിക്ക് കിട്ടിയത്, എനിക്ക് ഈ ഇൻട്രസ്റ്റ് വരാനുള്ള കാരണം. പിന്നെ ഞാൻ ട്രെയിനിങ് സെൻറ്ററിൽ പഠിച്ച അവിടെ ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങനെയും ഒക്കെ ഒരു ഇത് മനസ്സിലൂടെ കടന്നു പോകുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിനോടൊരു ഭയങ്കര താല്പര്യം വന്നത്. അങ്ങനെ ഒരുവിധം പൈപ്പുകളൊക്കെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ ലാസ്റ്റ് പീസും ഇതുപോലെ ഗ്ലാസ് ഞാൻ ഒട്ടിച്ച് എടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഞാനിങ്ങനെ ചാരി ഇങ്ങനെ വെച്ചപ്പോഴത്തേക്ക് അതിൽ നിന്ന് പശ എന്താ പറയുക സ്ലിപ്പാവുന്നുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലാസ് നീങ്ങുന്നുണ്ട്. അത് ഇടയ്ക്ക് ഞാൻ ശരിയാക്കും. പക്ഷെ കുറച്ച് നേരം ഫാനിൻ്റെ ചോട്ടിൽ ഇത്രയും നേരം വെച്ചപ്പോഴത്തേക്കാണ് ഉണങ്ങി വന്നത്. അതാണ് ഞാൻ പറഞ്ഞത് മറ്റേ ഗമ്മും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇത് നമ്മളുടെ ഫെവിക്കോൾ മാതിരിയുള്ള ഒരു ഗമ്മാണ്. പെട്ടെന്ന് ശരിക്കും ക്രാഫ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് തന്നെ, പക്ഷെ അത് കുറച്ച് സമയമെടുക്കും അതൊന്ന് ഉണങ്ങി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. നേരത്തെ കാണിച്ച ഗമ്മൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് ഒരു 5 സെക്കൻഡ് പോലും വേണ്ട, ഒരു 2 മിനിറ്റ് തന്നെയും അത് ഉണങ്ങി നല്ല ഇതായിട്ട് വരും. പെട്ടെന്ന് അത് അതിൽ പിടിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പെട്ടെന്ന് അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാനും പറ്റില്ല. അങ്ങനെയുണ്ട്. എല്ലാത്തിനും ഒരു നെഗറ്റീവ് കാണുമല്ലോ. അപ്പോൾ അത് ഫുള്ള് ഞാൻ ചെയ്തെടുത്തു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെയ്തെടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതും ഈ കളറ് പ്രത്യേകിച്ച് നല്ല ഭംഗിയാണ്. ഞാൻ എൻ്റെ വീടിന് പെയിൻ്റ് അടിക്കുമ്പോൾ ഈ കളറും വൈറ്റും കൂടെ മിക്സഡാണ് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നത്. അതും ഭയങ്കര ഇഷ്ടമാണ് ഈ കളറ്. അങ്ങനെ ബാക്കിയുള്ള ഗ്ലാസ് ഒക്കെ ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. ഇനി കുറച്ച് സാധനങ്ങളെല്ലാം എന്താ പറയുക സെപ്പറേറ്റ് ചെറിയ ചെറിയ ഡബ്ബകളിൽ ഇതുപോലെ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം. സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ കവർ തുറക്കുന്നില്ല കേട്ടോ, അത് ഒട്ടിപ്പോയി. അപ്പോൾ അത് ഇതുപോലെ അതിൽ തന്നെ ഇട്ട് വെക്കുകയാണ് ഞാൻ. എല്ലാം കൂടെ മിക്സായാൽ പിന്നെ പല പല സൈസാണ്, പല പല ആകൃതിയിലുള്ളതാണ്. റൗണ്ട് ഉണ്ട്, സ്ക്വയറുണ്ട്, പിന്നെ ത്രികോണാകൃതിയിലുള്ളതുണ്ട്, അങ്ങനെ പല ടൈപ്പിലുള്ളതുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് സെപ്പറേറ്റ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അന്നേരം അത് എടുത്ത് മാറ്റി കറക്റ്റായിട്ട് വെക്കും. അപ്പോൾ ഇത് എന്തായാലും ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചില സ്ഥലത്ത് ഞാനിപ്പോൾ കൈവച്ചെടുത്തെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഈ പെയിൻറ്റ് ഇളകി പോരുന്നുണ്ട്. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രൈമർ ചെയ്യുക. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ബുദ്ധിമുട്ടാവും. എനിക്ക് പറ്റിയൊരു പണിയാണ്, ഞാനത് വിട്ടുപോയി പ്രൈമർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ബാക്കിയും കൂടെ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. എവിടെയൊക്കെയോ ഞാൻ പശ ഒട്ടിക്കുന്ന സമയത്ത് അത് ഇളകിപ്പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കംഫർട്ടിൻ്റെ മേലത്തെ ഭാഗമാണ്. ഇത് വെച്ചൊരു ഡോള് മാതിരി ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം, അങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് പെയിൻ്റ് അടിച്ച് വെച്ചതാണ്. അങ്ങനെ വൂള് ഞാൻ അതിലും കുറച്ചും കൂടെ ഡാർക്ക് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും രണ്ട് കളറാണ്, ചെറിയ ലൈറ്റ് കളറാണ്. ഒന്ന് നല്ല ഡാർക്ക്, ഒന്ന് ലൈറ്റ് കളറാണ്. അങ്ങനെ അതെല്ലാം അവിടെ തൂക്കിയിട്ട് ഞാൻ ഓരോന്നും ഹാങ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എവിടെ ഹോൾ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ പൈപ്പിൻ്റെ മേലെയാണ് ഞാൻ ഹോള് ചെയ്ത് വെച്ചിരിക്കുന്നത്, 2 സൈഡിലേക്ക്. അതിലൂടെ ആ ത്രെഡ് കോർത്ത് ഇത് ഞാൻ ആദ്യം ചെയ്തൊരു സംഭവമാണ്. അതേമാതിരി തന്നെ കാസറോളിൽ ചെയ്തതാണ്, ഇപ്പോൾ ചെയ്തതാണിത്. അപ്പോൾ രണ്ടും നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.